ഇവിടുത്തെ ഒരു റോഡും പിന്നെ ഇവിടുത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആംബിയൻസും അതൊക്കെ ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞാൻ ഇവിടുന്ന് ചുറ്റിനും എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഫുൾ പൊട്ടി ചീന്തിയിരിക്കുന്നതായിട്ട്. ആ പാറക്കല്ല് നമ്മൾ ഒരുപാട് കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെയുള്ള ഒരു വിശ്വാസമുണ്ട് ആ പാറക്കല്ലിന്. പിന്നെ ഇവിടുത്തെ കുരങ്ങുകളൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കുരങ്ങുകളാണ് ട്ടോ. ഞാൻ വരുന്ന വഴിക്കും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ? ഫുൾ പൊട്ടിയിരിക്കാണ് ട്ടാ. തീ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുൾ മലകളാണ്. അതിന്റെ മേലെയായിട്ട് ഫുൾ മേഘങ്ങളൊക്കെ മൂടിക്കിടക്കുന്ന അന്യായ സ്പോട്ട് എന്ന് തന്നെ പറയാട്ടാ. കൂർത്ത് നിൽക്കുന്ന മലകള്. അവിടെ അതിന്റെ മേലെന്ന് കണ്ട അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഊട്ടി വഴി കോത്തഗിരിയിലേക്കുള്ള ഒരു റോഡ് ട്രിപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഇതിന്റെ മുമ്പായിട്ട് ഊട്ടി വഴി കോത്തഗിരി എത്തുന്ന ഒരു വീഡിയോ, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളും ഇതൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഇതിൻ്റെ മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട ശേഷം ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കോത്തഗിരി വഴി കോത്തഗിരി കഴിഞ്ഞ് കോടനാടേക്കുള്ള ഒരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടനാട് നമുക്ക് ഒരുപാട് സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കോടനാട് വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു ടെമ്പിൾ ഉണ്ട്, അതുപോലെ പോകുന്ന വഴി ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനായി സാധിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ടെമ്പിൾ, കോടനാട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആചാരങ്ങളൊക്കെ ഉള്ള ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ കോടനാടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കോടനാട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടല്ലോ ഈ ഒരു എസ്റ്റേറ്റ്. ഈ ഒരു എസ്റ്റേറ്റ് ആണ് നമ്മൾ കോടനാട് വ്യൂ പോയിന്റും ടെമ്പിളൊക്കെ കണ്ട ശേഷം ഇവിടെ വന്നിട്ട് മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പോട്ട്. കാരണം ഇത് ഒരുപാട് ദൂരം കാണാനുള്ള ഒരു സ്പോട്ടാണ്. കാരണം ഇതിന് 12 ഗേറ്റ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത്രയും ദൂരം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ CM തമിഴ്നാടിൻ്റെ അമ്മ ജയലളിത അവരെ പേരിലുണ്ടായിരുന്ന ഒരു എസ്റ്റേറ്റ് ആണിത്. ഇവിടുത്തെ ഒരു റോഡും പിന്നെ ഇവിടുത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആംബിയൻസും അതൊക്കെ ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കും ശരിക്കും അത് ഇവിടെ വന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ത്രില്ലിലാണ് ഞാനും. അങ്ങനെ ഫൈനലി ഞാൻ കോടനാടിൻ്റെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെമ്പിളിൻ്റെ അടുത്ത് റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടാവും ബണ്ടുക്കൽ മണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള സൈൻ ബോർഡൊക്കെ കാണാൻ പറ്റും അവിടെ. ഈ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കോടനാടിലെ ഈ ടോഡ എന്ന് പറയുന്ന ടെമ്പിളിൻ്റെ അടുത്ത് റീച്ച് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഫ്രണ്ടിൽ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലായിട്ട്, ഇതാണ് ടോഡ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ടെമ്പിള്. ഇവിടുത്തെ സ്പോട്ടും ഈ ടെമ്പിളിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അവിടെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനുള്ളത് ഈ സ്പോട്ടിനെ പറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ആദ്യം വണ്ടി ഇവിടെ ഒന്ന് സൈഡാക്കട്ടെ. ആദ്യമേ ഞാൻ ഇവിടുന്ന് ചുറ്റിനും എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഇവിടെ നല്ല പോലെ കോടമഞ്ഞൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് തീയിട്ടിട്ട് അതിൻ്റെ ഒരു പുക മാത്രമേ കാണാനുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുന്ന് കാണുമ്പോഴുള്ള ഈ ഒരു സ്പോട്ടിന്റെ ബ്യൂട്ടി. ഒരു ചെറിയൊരു സ്പോട്ട് മാത്രാണിത്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ജനുവരിയിലാണ്. പിന്നെ വരുന്നതിന്റെ 2 ദിവസം മുമ്പായിട്ട് ഇവിടെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നെന്ന് വരുന്ന വഴി കേട്ടു. പിന്നെ ഇതാണ് ടോഡ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിന് നല്ലൊരു ചുറ്റിനും ഇത് കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണുള്ളത്. പിന്നെ ഇതിന്റെ പില്ലറും ഇത് ഈ കമ്പിവേലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇവിടെ ഒരു നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പില്ലറും കമ്പിവേലിയൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ്. ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും. പില്ലറൊക്കെ ഫുൾ പൊട്ടിയിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ പില്ലറുകളെല്ലാം തന്നെ മരത്തിന്റെ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും ഫുൾ പൊട്ടി ചീന്തിയിരിക്കുന്നതായിട്ട്. പിന്നെ ആ ടെമ്പിളാണെന്നുണ്ടെങ്കിലും പുല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ടെമ്പിളാണ്. അതും ഒരുപാട് കാലപ്പഴക്കം ഉള്ളതായിട്ടാണ് നോക്കുമ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നത്.
പിന്നെ അതും അത്ര മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അവിടെ കാണുന്ന ആ ഒരു പാറക്കല്ലുണ്ടല്ലോ, ആ പാറക്കല്ല് നമ്മൾ ഒരുപാട് കഥകളിലൊക്കെ കേട്ടിട്ടുള്ള പോലെയുള്ള ഒരു വിശ്വാസമുണ്ട് ആ പാറക്കല്ലിന്. കാരണം ആ പാറക്കല്ല് ഇവിടെ വന്ന് ഉരുട്ടിക്കഴിഞ്ഞാൽ കല്യാണം ആകാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കല്യാണമൊക്കെ പെട്ടെന്ന് നടക്കും എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമാണ് ഉള്ളത്. അപ്പോൾ അതും കേട്ട് ഇങ്ങോട്ട് ആരും ഓടി വരാൻ നിൽക്കണ്ട. കാരണം ഇവിടെ നോട്ട് അലൗഡ് ബോർഡ് ഇതൊക്കെ ഉണ്ട്. അകത്തോട്ടൊന്നും ആർക്കും പ്രവേശിക്കാൻ പറ്റൂല. പിന്നെ ഫുൾ ലോക്ക് ഇട്ട് വെച്ചിരിക്കുക. പിന്നെ ഇവിടുന്ന് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാലുള്ള കാഴ്ചകൾ ഇതാണ്. ഈ ടെമ്പിളിന്റെ ബാക്കിലായിട്ട് ഫുൾ മലകളും കാര്യങ്ങളൊക്കെയാണ് കാണാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഭാഗത്തോട്ട് എസ്റ്റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കോടനാട് വ്യൂ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് കാണുന്നുണ്ടോന്ന് അറിയില്ല ക്യാമറയിൽ. ഇവിടുന്ന് ഡയറക്റ്റ് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് ഒരു റിവർ, ചെറിയൊരു തടാകം പോലെ വരുന്നുണ്ട്. അതിൻ്റെ അകത്തു നിന്നാണ് ഇവിടെ എല്ലാവരും കൃഷി ആവശ്യത്തിനൊക്കെ ഇതെടുക്കുന്നതെന്നാണ് പറയുന്നത്, വെള്ളം. പിന്നെ ആ ഭാഗത്തൊക്കെ മേലെ കാണുന്നത് ഫുള്ളായിട്ട് ഈ ജയലളിത അമ്മ അവരെ ഇത് എസ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചുറ്റി. ഇപ്പോൾ അതിന്റെ മേലെ ആ ഒരു ഭാഗത്തായിട്ട് ഇത് ഹെലിപ്പാഡ് ഇതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടെ. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട്. കോടനാട് ടെമ്പിൾ ഒരു ചെറിയൊരു സ്പോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കൂടുതൽ സമയമൊന്നും ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കോട്ടഗിരിയിലിരുന്ന് ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് ചെറിയൊരു ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ടായിരുന്നു അത്. ഞാൻ അവിടെ ഒരു പുൽമേട് ഇതൊക്കെ ഉള്ള ഒരു സ്പോട്ടിൽ ഇരുന്ന് അവിടെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു, മലകളൊക്കെ ആയിട്ട്. അവിടെ ഒരു 10-15 മിനിറ്റ് ടൈം തന്നെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ അവിടുന്ന് കോടനാട് വ്യൂ പോയിന്റിലേക്ക് യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം 2-3 കിലോമീറ്റർ തന്നെ യാത്ര ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോടനാട് വ്യൂ പോയിന്റിന്റെ അടുത്ത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് നല്ലൊരു സ്പോട്ട് നോക്കി സൈഡാക്കിയിട്ട് ഇവിടെ കോടനാട് വ്യൂ പോയിന്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങിയിട്ടാണ് നമുക്ക് കോടനാട് വ്യൂ പോയിന്റ് കാണാനായി പോകാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് ബാക്കി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് പോയി അന്വേഷിക്കണം. പിന്നെ ഇവിടുത്തെ കുരങ്ങുകളൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കുരങ്ങുകളാണ് കേട്ടോ. ഞാൻ വരുന്ന വഴിക്കും കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഞാൻ പോകുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഇവിടെ നടുക്കായിട്ട് ഒരു മരം ഒക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്ത് ബാക്കി കാഴ്ചകൾ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പാർക്കിങ്ങും അത്യാവശ്യം നല്ല സൗകര്യമുള്ള പാർക്കിങ്ങാ. ഇനി വണ്ടികളും ഇന്ന് ഒരു തിരക്ക് കുറവായതുകൊണ്ടെന്ന് അറിയില്ല. ഇന്ന് പൊങ്കൽ ഒരു ദിവസമൊക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് അതിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല തേയിലത്തോട്ടത്തിന്റെ ഒരു സൈറ്റിംഗ് ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് മലകളൊക്കെ ഉണ്ട് കാണാനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതൊരു ചെറിയൊരു കോണിയൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിലൂടെ കയറി പോയിട്ട് കാണാൻ പറ്റും തോന്നുന്നു. പിന്നെ ടിക്കറ്റ് കൗണ്ടർ ഒന്നും ഇവിടെ നോക്കിയിട്ട് കാണാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഭാഗത്ത് താഴെയായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ പോയി നോക്കണം. ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് വന്ന് നോക്കിയതാ. അപ്പം ഞാൻ മനസ്സിലായത് ഇങ്ങോട്ട് കയറാൻ വേണ്ടി ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ ഇവിടൊക്കെ കയറിയിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതിന്റെ സ്റ്റെപ്പൊക്കെ കണ്ടില്ലേ, ഫുൾ പൊട്ടിയിരിക്കുകയാണ് ട്ടാ. തീരെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടുത്തെ. നമ്മളവിടെ ടോഡ ടെമ്പിൾ അവിടെ പോയപ്പോഴും അതുപോലെ തന്നെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പഴയ ആചാരങ്ങളാ. ഇതിന്റെ മേലെ വന്നു കഴിഞ്ഞാൽ അന്യായ സ്പോട്ടാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുൾ മലകളാണ്. അതിന്റെ മേലെയായിട്ട് ഫുൾ മേഘങ്ങളൊക്കെ മൂടിക്കിടക്കുന്ന അന്യായ സ്പോട്ട് എന്ന് തന്നെ പറയാട്ടാ. കൂർത്ത് നിൽക്കുന്ന മലകള്, പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് തേയിലത്തോട്ടാണ്. ഇത് നമ്മൾ അവിടുന്ന് താഴ്ന്ന് കണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ട്, നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല സൈറ്റിങ് കിട്ടുന്ന സ്പോട്ട്. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ മെയിൻ വ്യൂ പോയിന്റ് കാണാനായിട്ടുള്ളത്. അങ്ങോട്ട് പോകുന്നതിന്റെ മുമ്പായിട്ട് ഇവിടുന്ന് ഇവിടെ ഒരു വാട്ടർഫാളൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൂർത്ത മലന്റെ താഴെയായിട്ടാണ് വാട്ടർഫാൾ ഉള്ളത്. അത് ഇവിടുന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അത് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള അറിയില്ല.
എന്തായാലും ചെറിയൊരു ഇതായിട്ടാണ് ഇവിടെ നോക്കുമ്പോൾ കാണാനുള്ളത്. ഇനി നമുക്ക് വ്യൂ പോയിന്റിന്റെ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് ആ ഭാഗത്ത് പോയി നോക്കി കഴിഞ്ഞാലാണ് മെയിനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ, ഭവാനിപ്പുഴ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങോട്ട് പോയി നോക്കാം. ഇനി ഞാൻ വേറൊരു സത്യം പറയാം. ഈ കോടനാട് വ്യൂ പോയിന്റിന്റെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ ഞാൻ ഒരു ടിക്കറ്റും എടുക്കാതെയാണ് ഇറങ്ങി വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഒന്നും ടിക്കറ്റ് നോക്കാനോ ചോദിക്കാനോ ഒന്നും ആരും തന്നെ നിൽക്കുന്നില്ല. പിന്നെ കുറച്ചപ്പുറത്തായിട്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാം. ഒരുപാട് പേര് ക്യൂ ഒക്കെ നിന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ. പക്ഷെ നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ ആ ഒരു ഭാഗത്താണ് കാഴ്ചകളൊക്കെ, വ്യൂ പോയിന്റ് ഒക്കെ കാണാനുള്ളത്. ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. ആദ്യം ഇതിന്റെ മേലെ കയറിയിട്ടുള്ള കാഴ്ചകൾ എങ്ങനെയാന്നുള്ളത് നോക്കാം. ഇത് ഏകദേശം 10-15 പടികൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിന്റെ മേലെ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വ്യൂ കിട്ടുമെന്നുള്ള ഡൗട്ടാണ്. കാരണം ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് മേഘങ്ങളാണ് കാണുന്നത്. ഏതായാലും ഇതിന്റെ മേലെ ഒന്ന് കയറി നോക്കട്ടെ എങ്ങനെ കാണാനുള്ള കാഴ്ചകൾ. കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. താഴെ കുറച്ചായിട്ടേ കാണുന്നുള്ളൂ, തീരെ ക്ലിയർ കുറവാണ്. കാരണം ഫുള്ളായിട്ട് മഞ്ഞ് മൂടി കിടക്കാണ് താഴെ ഭാഗത്തൊക്കെ. പിന്നെ മേലെ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ഫുള്ളായിട്ട് മേഘങ്ങളാണ് കാണാനുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ഒറ്റ ഒരു മലയാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. ബാക്കി ലെഫ്റ്റ് സൈഡൊക്കെ ഫുള്ളായിട്ട് മൂടി കിടക്കാൻ. ഈ ഭാഗത്തായിട്ടാണ്, ആ താഴെ കാണുന്ന ആ ഒരു സ്ഥലത്തൊക്കെയാണ് ഭവാനിപ്പുഴ, നമ്മുടെ ഈരോട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഉള്ളൊരു സൈഡാണിത്. ഇവിടെ ആ റൈറ്റ് സൈഡിൽ മേലെ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ ഫസ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറിയ ആ ഒരു വ്യൂ പോയിന്റ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഉയരത്തു നിന്നുള്ള ഒരു വ്യൂ കിട്ടുന്നത് അതിന്റെ മേലെ കയറിയപ്പം തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്തുനിന്ന് കാണുന്ന അത്ര വൈഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് അതിന്റെ മേലെന്ന് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അവിടെ താഴെ കാണുന്നതാവും ചിലപ്പോൾ ഭവാനിപ്പുഴ. വെള്ളം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. വറ്റി വരേണ്ട ഒരു ഗ്രൗണ്ട് പോലെ എന്തോ ഒന്ന് അവിടെ കാണുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ. ഇപ്പൊ ഞാൻ അതിന്റെ മേലെ നിന്ന് താഴോട്ട് ഇറങ്ങി ഈ ഒരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് ശരിക്കും നല്ലൊരു സൈറ്റിങ് കിട്ടുന്നത്. നല്ല മലകളാണ് ഇവിടെ നോക്കുമ്പോൾ. ആ കൂർത്ത മലകളൊക്കെ നമ്മൾ അവിടുന്ന് മേലെന്ന് കണ്ട ഒരു സ്പോട്ടാണ്. അല്ല, അതിന്റെ അടുത്തോട്ട് പോയി നോക്കാം. നമ്മൾ അവിടുന്ന് കണ്ട വാട്ടർഫാൾസ് ഇവിടുന്ന് എങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ അതിന്റെ മേലെന്ന് കണ്ട അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പൊതുവെ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് മിസ്റ്റും തീരെ കുറവാണ് കേട്ടോ. ഞാൻ ആദ്യം കയറി നോക്കിയ ആ ഒരു വ്യൂ പോയിന്റ് ആണ്. ആ ഒരു സ്റ്റെപ്പൊക്കെ കയറി പോയ അതാണ് അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇതിന്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇത് ഇങ്ങനെ മിസ്റ്റ് ഉള്ള സമയമായതുകൊണ്ടാണ് ഇത്രയും ആ, ഒരു വ്യൂ സൈറ്റിങ് കുറവായിട്ട് കാണുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോടനാട് വ്യൂ പോയിന്റിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് മടങ്ങാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ലാത്ത ഒരു അനുഭവം തന്നെ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ടെമ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോൻ്റെ അകത്ത്. പിന്നെ ഇനി അടുത്തതായിട്ട് കാണാനുള്ളത് കോടനാട് എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ടാവും കോടനാട് എസ്റ്റേറ്റ്. അത് ഒരുപാട് കാഴ്ചകൾ അവിടെ കാണാനുണ്ട്. ഒരുപാട് ദൂരമുള്ള എസ്റ്റേറ്റ് ആണ്. പിന്നെ ഈ ഒരു യാത്രയിൽ കോടനാട് വരുമ്പോൾ ഒരുപാട് നല്ല അടിപൊളി സ്പോട്ടിലൂടെയാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.